കുറച്ചുപേര് ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടി മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് ഒന്ന് മാറി എന്താണെന്ന് അവിടെ എന്താ അതെ തോറ്റ സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയുടെ പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. ആണോ? അയ്യടാ പാവം. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരനോട്. എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തിന് ഈ ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുന്നു? എന്തിന് ഇത്രയും ബഹളങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാരാര് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. എനിക്ക് കാര്യങ്ങൾ ഞാനൊരു മനുഷ്യനാണ്, അതയാൾ മനസ്സിലാക്കും. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. പറയണ്ട, ഞാനത് ഇവിടെ എന്തോ തപ്പന്നെ? എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് പറയാൻ വെച്ചു. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാര് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. കുട്ടി വേണ്ട വേണ്ട, വെറുതെ എന്തിനാ ധൈര്യത്തെ തൊട്ട് കളിക്കണത്? മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. മറുപടി കൊടുക്കുമാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാന്ന് തോന്നുന്നു കേട്ടോ. പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ചില മറ്റേതുണ്ടല്ലോ, മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. കാര്യം നമുക്കറിയാം, പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വിഷമം വരും. കാര്യം 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കടാ എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു നിപ്പം കൊണ്ട് നിൽക്കും. എന്നിട്ട് ലോറിയെ നോക്കി പറയും, നീ എങ്കിൽ ഇനി ഒന്ന് പോയി നോക്ക് നീ. ഇതാണെങ്കിൽ ഞാൻ എൻ്റെ സിനിമയിൽ ഒരു രസകരമായൊരു കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയണമല്ലോ. പൊട്ടക്കിണറ്റിലെ തവളാന്ന് നമ്മൾ പറയും. നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടക്കിണറ്റിലെ ഓന്തെന്ന് പറയാത്തത്? മുതലാന്നും പറഞ്ഞിട്ടില്ല, ഒരു ജലജീവികളെയും പറ്റി പറയാതെ തവളാന്ന് എന്തിനാ പറഞ്ഞത്? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ.